ഡിയർ ഫ്രണ്ട്സ്, സ്പാർട്ടക് ഇലക്ട്രോ യൂട്യൂബ് ചാനലിൽ ഇന്ന് നമുക്കൊരു തേപ്പൊട്ടിയുടെ കോഡ് വയർ മാറ്റുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇതിന് കുറച്ച് ടിപ്സും പറഞ്ഞുതരാം. അതിലാദ്യം നമുക്ക് നോക്കാം. ഈ കോഡ് വയർ കണ്ടോ, എല്ലാം മൊത്തം ഒടിഞ്ഞ് കണ്ടോ, ഫുള്ള് ലീക്കേജ് ആണ്. ഇൻസുലേഷൻ അടിച്ച് ജോയിന്റ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. തേപ്പൊട്ടി എപ്പോഴും സേഫായിട്ട് ഉപയോഗിക്കേണ്ട സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് കോഡ് വയറിന് ഒടിവ് ഇതുപോലെ ഒടിവ് വന്നു കഴിഞ്ഞാൽ കോഡ് വയർ മാറ്റി നല്ല ക്വാളിറ്റിയുള്ള ഒരു കോഡ് വയർ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം നമുക്കിതിന്റെ ബാക്ക് സൈഡ് അയക്കാം. ബാക്ക് കവർ അയക്കുക. ഇവിടെ 3 വയറുണ്ട്. അത് 3 നമുക്ക് ഊരിയെടുക്കാം. മൂന്ന് ലൈന് ഊരിയെടുത്തു. വയറ് മൊത്തം ഊരി കളഞ്ഞു. ഇനി നല്ലൊരു കമ്പനിയുടെ നല്ലൊരു കോഡ് വയർ ഉപയോഗിക്കുക. തേപ്പൊട്ടിക്ക് വയർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും ലോക്കൽ വയറുകൾ ഉപയോഗിക്കാൻ പാടില്ല. നല്ല ക്വാളിറ്റിയുള്ള വയറുകൾ തന്നെ ഉപയോഗിക്കണം. വില കൂടിയ വയർ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് കോപ്പർ ഉണ്ടാവും. ഉള്ളിലെ കമ്പികളൊക്കെ നന്നായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കംപ്ലൈന്റ് വരില്ല. ഇനി നമുക്കിത് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ആദ്യം ഇത് ഇടുക. ഇതിന്റെ ലാസ്റ്റ് വരുന്ന പിന്നാണ് എർത്ത് വരുന്നത്. എർത്ത് കണക്ഷൻ എന്തായാലും ഉണ്ടെന്ന് നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തണം. ഇനി നമുക്ക് ഇതിന്റെ കണക്ഷൻ കൊടുക്കാം. അതിലാദ്യം കാണിച്ചിരിക്കുന്ന N എന്ന് പറയുന്ന ലൈനാണ്, ന്യൂട്രാണ്. അത് നമുക്ക് കറുത്ത വയറെടുക്കാം. ബ്ലാക്ക് വയർ നമ്മൾ അതിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. തൊട്ടപ്പുറത്ത് വരുന്ന ലൈനാണ് ഫേസ്. അതിലേക്ക് നമുക്ക് ചുവന്ന വയർ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇനി ലാസ്റ്റിൽ വരുന്ന ഈ എഴുതിയിട്ടുള്ള ഈ വീതി കൂടിയ ലൈനാണ് എർത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഈ പച്ച വയറാണ് അവിടെ കൊടുക്കേണ്ടത്. പച്ച വയർ കൊടുക്കുക, സ്ക്രൂ ചെയ്യുക. ഇനി നമുക്കിത് ഇതിൽ ലോക്കാക്കി ഇടാം. ഇത് ഡയറക്റ്റ് ഇതിലെങ്ങനെ വലിക്കരുത്. ഇത് ഇവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്കിലിടയിൽ കൂടെ ഇങ്ങനെ ഇട്ടാൽ മാത്രമേ ഇത് ഊരി പോരാതിരിക്കുള്ളൂ. ലോക്ക് ചെയ്യുക.
ഓക്കെ, ഇനി നമുക്കിതിന്റെ എർത്തിങ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല എർത്തിങ് ഉള്ള തേപ്പൊട്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് നമുക്ക് ഇതുപോലെ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് എടുക്കുക. എടുത്തിട്ട് അതിന്റെ ഒരെണ്ട് ഈ 3 പിന്നിന്റെ വണ്ണമുള്ള ഈ മുകളിലത്തെ പിന്നിലും മുട്ടിക്കുക. അടുത്ത എൻഡ് ഇതിന്റെ ബോഡിയിൽ ടച്ച് ചെയ്ത് നോക്കാം. ഉണ്ടോ? അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് എർത്ത് വരുന്നുണ്ട്. ഇതിന്റെ ബോഡിയിലൊക്കെ നന്നായിട്ട് എർത്ത് വരുന്നുണ്ട്. എർത്ത് കണക്ഷൻ കിട്ടുന്നുണ്ട്. ഈ ബോഡിയിൽ നിന്നുള്ള കണക്ഷൻ വരുന്നതാണ് ഈ അയൺ ബോക്സിന്റെ ഈ വലിയ പിന്നിലേക്ക് വരുന്നത്. ഇനി നമുക്കിത് അടയ്ക്കാം. ശരിക്ക് സ്ക്രൂ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഒരു ടിപ്സ് പറഞ്ഞു തരാൻ പോവുകയാണ്. തേപ്പൊട്ടിയുടെ പിൻഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ കറുത്ത ഒരു കട്ടിയിലിങ്ങനെ ഇത് പിടിച്ചു കിടക്കുന്നത്, കരി പിടിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതെങ്ങനെ നമുക്ക് കളയാൻ പറ്റുമെന്നതിനെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. പലർക്കും അറിയാവുന്നതാണ്, എന്നാലും പറഞ്ഞു തരികയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തേപ്പൊട്ടി ആദ്യം നന്നായിട്ട് ചൂടാക്കുക. നല്ല രീതിയിൽ ചൂടാക്കണം. അതിനുശേഷം ഇതുപോലൊരു പാരസെറ്റാമോളോ പോലുള്ള ഏതെങ്കിലും ഒരു ഗുളിക നമ്മൾ എടുക്കുക, ഒരു ടാബ്ലറ്റ്സ് എടുക്കുക. ഇത് പലർക്കും അറിയാവുന്ന ടിപ്സാണ്, എന്നാലും പറഞ്ഞു തരുന്നത് മാത്രമല്ല, അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതിനുശേഷം ഈ ഗുളിക ഇതിൽ നന്നായിട്ട് ഇങ്ങനെ ഉരയ്ക്കുക. കണ്ടോ? ഉരയ്ക്കുമ്പോൾ അത് ഇളകി പോകുന്ന കണ്ടോ? കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. കണ്ടോ? ശരിക്കും ഉരയ്ക്കുന്ന സമയത്ത് മൊത്തം പോകുന്നുണ്ട്. കണ്ടോ? കൈ പൊള്ളരുത്, നല്ല ചൂടുണ്ട്. ഇതേപോലെ ഒരു 2-3 ഗുളിക നമ്മൾ പൊട്ടിച്ച് ഉരയ്ക്കുകയാണെങ്കിൽ ഇത് മൊത്തം ക്ലീനായി കിട്ടും. കണ്ടോ? അതിനുശേഷം ഒരു തുണി വെച്ചിട്ട് തുടച്ചു കൊടുക്കുക. കണ്ടോ? ശരിക്കും ആ ഭാഗം ക്ലീനായി വരുന്നുണ്ട്. കണ്ടോ? ഇളകി പോകുന്നത് നമുക്കിവിടുന്ന് കാണാൻ കഴിയും. പിന്നെ പല ടിപ്സ് ഉണ്ട്, എന്നാലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് ഇതാണ്. ഓക്കെ, ഇതേപോലെ തന്നെ തേപ്പൊട്ടി കോടുവേര് ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് നിവർത്തി കഴിഞ്ഞാൽ, കണ്ടോ? ഇതുപോലെ ഒന്ന് നിവർത്തി കഴിഞ്ഞാൽ നിവർത്തിയിടുകയാണെങ്കിൽ കോടുവേര് മടങ്ങി അത് ഒടിഞ്ഞു പോകാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.